ഹായ്, ഗ്രേസ് ഓഫ് ഗോഡ് മെലഡീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ 56ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ കണ്ട നമ്മുടെ അല്ലിയാമ്പൽ കടവിൽ എന്നുള്ള പാട്ടിൻ്റെ അനുപല്ലവി പാർട്ട് 2 ആയിട്ടുള്ള അനുപല്ലവിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഓൺലൈൻ ക്ലാസ് ആവശ്യമുള്ളവർ ഇനി തൊട്ട് കമൻറ്റിലൂടെ കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ നിങ്ങൾക്ക് മെസ്സേജായിട്ട് നമ്പറൊക്കെ തന്നുകൊള്ളാം. യൂട്യൂബിൻ്റെ കുറേ പോളിസികളൊക്കെ വന്നതുകൊണ്ട് നമുക്ക് നമ്പർ പബ്ലിഷ് ചെയ്യാനായിട്ട് ഇനി സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് കമൻറ്റ് ഇട്ടാൽ നമ്മൾ അതിന് തിരിച്ച് റിപ്ലൈ തന്ന് ഓൺലൈൻ ക്ലാസ് വേണ്ടവർക്ക് ആ സമയത്ത് അതിലൂടെ ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം അല്ലിയാമ്പൽ കടവിൽ എന്ന സോങ്ങിൻ്റെ അനുപല്ലവി. ഓക്കെ, അപ്പം ഓരോ ലൈൻ അനുസരിച്ച് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ ആ ഒരു ഭാഗം വായിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇനി മിഡിൽ ഭാഗമാണ്. മിഡിലിൽ നിന്ന് ഇനി ടോപ്പിലേക്കാണ് പോകുന്നത്. മിഡിലിൽ നിന്ന് ടോപ്പിലേക്ക് നമ്മൾ കഴിഞ്ഞ ബേസിൽ ഒരു നോട്ട് കണ്ടായിരുന്നു. ഇനി മിഡിലിൽ നിന്ന് ടോപ്പിലേക്ക് നമ്മൾ കടക്കുന്നു. ഓക്കെ, അപ്പം ആദ്യത്തെ നമുക്കറിയാം, ആ പാട്ട് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് നമുക്കതിൻ്റെ ഓരോ ലൈൻ അനുസരിച്ച് നോക്കാം. ഓക്കെ, അപ്പം അടുത്ത ലൈൻ എന്ന് പറയുന്നത്, ഞാൻ ആദ്യത്തെ ലൈൻ ഒന്ന് പറഞ്ഞു തന്നേക്കാം. കാടുപൂത്തല്ലോ ഞാവൽ കാപഴുത്തല്ലോ. ആ ഭാഗം തൊട്ടാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ആദ്യത്തെ അതിൻ്റെ ലൈൻ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഓക്കെ, ഇതാണ് ആദ്യത്തെ ഭാഗം. അപ്പം ഇതിൻ്റെ നൊട്ടേഷനാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യമത്തെ ഭാഗം അതിൻ്റെ നോട്ടെന്ന് പറയുന്നത് ബി സി ഡി സി ബി സി. ഓക്കെ, അതിൻ്റെ നോട്ടെന്ന് പറയുന്നത് ബി സി ഡി സി ബി സി ബി സി ഡി സി ബി സി. ഓക്കെ, ബി സി ഡി സി ബി സി. അടുത്തത് അടുത്ത നോട്ടെന്ന് പറയുന്നത് ബി സി എ ബി ബി സി എ ബി ബി സി എ ബി ബി സി എ ബി. അടുത്ത നോട്ടെന്ന് പറയുന്നത് ബി സി എ ബി. അടുത്ത നോട്ടെന്ന് പറയുന്നത് ജി ജി എ ബി എ എ ജി എ ബി എ എ ജി എ ബി എ എ ജി എ ബി എ എ. അടുത്ത നോട്ടെന്ന് പറയുന്നത് സെയിം നോട്ട് തന്നെയാണ് വരുന്നത്. അതിന് മുമ്പ് ഒരു കണക്ഷൻ കൊടുക്കുന്നുണ്ട്. അതായത് ഇ എഫ് ഇ എഫ് ഇ എഫ് ജി എ ബി എ എ ഇ എഫ് ജി എ ബി എ എ ഇ എഫ് ജി എ ബി എ എ. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇ എഫ് ജി എ ബി എ എ. അനി അതിൻ്റെ ആ വരിയുടെ ലാസ്റ്റ് ഭാഗം അടുത്ത ഒരു ലിങ്ക് കൂട്ടിയാണ്. അതായത് എഫ് ഇ ഇ എഫ് എഫ് ഇ ഇ എഫ് എഫ് ഇ ഇ എഫ് എഫ് ഇ ഇ എഫ്. അടുത്തത് എഫ്, അതിന് എഫ് ജി 4 പ്രാവശ്യം എഫ് ജി, പിന്നെ ഒരു 3 പ്രാവശ്യം കൊണ്ട് ജി. അതായത് ടോട്ടൽ 4 ജി. അതായത് ഫുൾ 4 ജി. അതായത് എഫ് 4 ജി. ഓക്കെ, ഇതാണ് ആദ്യത്തെ ഭാഗം. അപ്പോൾ അത് വായിക്കേണ്ട ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ആ ഭാഗം. ഇനി അടുത്ത ഭാഗത്തിൻ്റെ ലൈൻ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഓക്കെ,
അപ്പോൾ അതിൻ്റെ ആ ഒരു ഭാഗത്തിൻ്റെ വാക്യം കൂടെ ഞാൻ കേൾപ്പിക്കാം, ഒന്നുകൂടെ വായിച്ച് കേൾപ്പിക്കാം. ഓക്കെ, അപ്പം ആ ഒരു ലെങ്ത് വരുന്നതുകൊണ്ട് ഞാൻ അത്രയും ഭാഗം പഠിപ്പിച്ച് വെച്ചിട്ട് അടുത്ത ലൈനായിട്ട് വായിച്ച് കേൾപ്പിക്കാം. ഓക്കെ, അപ്പം അതിൽ നോട്ടെന്ന് പറയുന്നത് GA GABB GABB, അടുത്തത് BC GABB BC GABB BC GABB BC, അടുത്തത് DDDG, സോറി DDDE DDDE DDDE. ഓക്കെ, DDDE. അപ്പോൾ ഒന്ന് പറഞ്ഞു തരാം. DDDE, അടുത്തത് FED FED, അടുത്തത് FED. ഒന്നുകൂടെ പറഞ്ഞുതരാം. FED, അടുത്തത് DEDC DEDC. ഓക്കെ, ഈ ഒരു ഭാഗത്തിൻ്റെ DEDC എന്നൊക്കെ പറയുന്നത് നമ്മളിങ്ങനെ ആ ഒരു ലിങ്കിൽ അങ്ങ് വായിക്കുക. അപ്പം ഈ ലൈൻ എന്ന് പറയുന്നത് ഒന്നുകൂടെ വായിച്ച് കേൾപ്പിക്കുക. ഓക്കെ, ഇതാണ് ആ ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പം അടുത്ത ലാസ്റ്റ് ഭാഗമായിട്ടാണ് ഇനി വരുന്നത്. അപ്പം ആ ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് വായിച്ച് കേൾപ്പിക്കാം, അതിന് നമുക്ക് നൊട്ടേഷൻ നോക്കാം. ഓക്കെ, ഓക്കെ, അതിൻ്റെ നോട്ടെന്ന് പറയുന്നത് CC 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 BCD CC BCD CC BCD, അടുത്തത് CA CC BCD CA CC BCD CA CC BCD CA. ഓക്കെ, CC BCD CA CC BCD CA, അടുത്തത് അടുത്ത നോട്ടെന്ന് പറയുന്നത് ABC ABC BG ABC BG ABC BG ABC BG. ഓക്കെ, ABC BG. ഓക്കെ, ABC BG. അവസാനം ലാസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് അതായത് GBAB 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 A GBAB G GBAB AB G GBAB AB G GBAB AB G, അതായത് GBAB AB GBAB AB G. അപ്പം ഈ ഒരു ലൈൻ ഒന്നും കൂടെ സ്ലോ ആയിട്ട് വായിച്ചു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കൂടെ അത് എടുത്തു പാടുന്നുണ്ട്. അപ്പം അത് ഈ ലൈൻ തന്നെ ഒന്നും കൂടെ വായിച്ചാൽ അത് ശരിയാവും. അപ്പം ഈ ഒരു ഇതിൻ്റെ ഫുൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഭാഗം ഫുള്ളൊന്ന് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. സോറി,
ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. ഓൺലൈൻ ക്ലാസ്സിന് നിങ്ങൾക്ക് കമൻറ്റിലൂടെ ഇടുവാണെങ്കിൽ ഞാൻ നമ്പർ തന്ന് നമുക്ക് ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ കാലഘട്ടമാണ് ചാനലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കുകൾ നൽകി നമ്മുടെ വീഡിയോസിന് സപ്പോർട്ട് നൽകുക. മാക്സിമം വീഡിയോസൊക്കെ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ്, ജോലി ചെയ്യുന്നിടത്ത് ആളുകൾ, ഫ്രണ്ട്സ്, ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെയുള്ളവർക്കൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കുക. അവർക്കും കീബോർഡ് രംഗത്തെ കടന്നു വരാനായിട്ട് വലിയൊരു സാധ്യതയായിരിക്കും തുറന്നു കിട്ടുന്നത്. അപ്പോൾ പിന്നെ വീഡിയോ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ വീഡിയോ തന്നെ നോട്ടിഫിക്കേഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം. താങ്ക് യു.